ഹായ് കൂട്ടുകാരെ, നമസ്കാരം. കൂട്ടുകാരെ, ഞാനിന്നേ ഇവിടെ പിസ്സ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് കാണിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളി പിസ്സ തയ്യാറാക്കി എടുക്കാം. നമ്മളെ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി സ്വാദിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഇതിനായിട്ട് ആദ്യം നമുക്ക് ഇതിന്റെ മാവ് കുഴച്ചെടുക്കണം. കുറച്ച് ടൈം എടുക്കും. അതായത് ഇത് ഉണ്ടാക്കാനുള്ള പ്രോസസ്സിങ് എല്ലാം കൂടി ഒരു 1.5-2 മണിക്കൂറോളം ടൈം എടുക്കും. തുടർച്ചയായിട്ടല്ല. ആദ്യം കുറച്ച് ചെറിയ ചൂടുള്ള പാലെടുക്കണം. നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് കുറച്ച് മാവ് കുഴച്ചെടുക്കാനായിട്ട് 1 കപ്പായാലും മതിയാവും. ചെറിയ ചൂട് പാലെടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തേക്കണത്. അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ ഈസ്റ്റും കൂടി അങ്ങോട്ട് ഇടണേ. നല്ലവണ്ണം അങ്ങോട്ടൊന്ന് കലക്കിയിട്ടേ ഒരു 10 മിനിറ്റ് അതൊന്ന് പൊങ്ങി വരാനായിട്ട് മാറ്റി വെക്കണം. പാലിന് ചെറിയ ചൂടായിട്ട് ഉണ്ടാവാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് ഈസ്റ്റ് റെഡി ആയിട്ട് വരൂല. ഈസ്റ്റ് അങ്ങോട്ട് റെഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിലേക്ക് മൈദ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനേ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കണല്ലേ. ആവശ്യത്തിനുള്ള മൈദ മാവ് അതിലേക്ക് ഇട്ടിട്ടേ നല്ലവണ്ണം അങ്ങോട്ട് കുഴച്ചെടുക്കണം. ഏകദേശം ഒരു ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളിത് കുഴച്ചങ്ങോട്ട് എടുക്കണേ. മൈദ നമുക്ക് ഈ കറക്റ്റ് മാവിന്റെ പാകത്തിലേക്ക് വന്നവരൊന്ന് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യണം. ഒരു സ്പൂണ് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചോ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യും. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. ശരിക്കും പിസ്സയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒലീവ് ഓയിലാണ് ഉപയോഗിക്കാറ്. വീട്ടിലുള്ള തന്നെ എന്തെങ്കിലും പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും, വെളിച്ചെണ്ണ അല്ലാത്ത എന്തോ ഓയിലായാലും നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചിട്ട് ഇനി നല്ലവണ്ണം അതൊന്ന് കുഴച്ചങ്ങോട്ട് എടുക്കണം. നല്ലവണ്ണം അങ്ങോട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അതങ്ങോട്ട് കുഴച്ചങ്ങോട്ട് എടുക്കണേ. ഏകദേശം ഇതേപോലെ അങ്ങോട്ട് പാകമാകുമ്പോഴേക്ക് അതങ്ങോട്ട് വെച്ച് അതിലേക്ക് കുറച്ചും കൂടി ഓയിൽ അങ്ങോട്ട് പുരട്ടി വെച്ച് അതൊന്നും അങ്ങോട്ട് മൂടി വെക്കാം. 1 മണിക്കൂറോളം അങ്ങോട്ട് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും മാവ് നല്ലവണ്ണം അങ്ങോട്ട് പൊങ്ങി വരും. കണ്ടോ, ഇതേപോലെ അങ്ങോട്ട് വരും. അപ്പൊ പിന്നെ ആ മാവ് ഒന്നും കൂടി അങ്ങോട്ട് അമർത്തിയിട്ടേ വീണ്ടും നല്ലവണ്ണം ഒന്നും കൂടി അങ്ങോട്ടൊന്ന് കുഴച്ചങ്ങോട്ട് എടുക്കണം. പിസ്സ ഉണ്ടാക്കാനായിട്ട് ചെറിയ ചെറിയ ഉരുളകളായിട്ട് അങ്ങോട്ട് നമുക്ക് അതിനെ ഭാഗിക്കാം കേട്ടോ. അതിൽ നിന്നൊരു ചെറിയൊരു കഷ്ണം ഉരുളയൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് ഒരു റൗണ്ടിലുള്ള ഒരു ട്രേ ആണ്. അതിൽ ഓയിലൊക്കെ ചെയ്തിട്ട് ആ മാവ് നമുക്ക് ജസ്റ്റ് കൈയും കൊണ്ട് തന്നെ അങ്ങോട്ട് അമർത്തി അങ്ങോട്ട് വെച്ചാൽ മതിയാവും. ആയിട്ട് അങ്ങോട്ട് റൗണ്ടായിട്ട് തന്നെ കിട്ടുവേ. റൗണ്ടായിട്ട് അതിലേക്ക് അമർത്തി നല്ല ഫിനിഷായിട്ട് അങ്ങോട്ട് വെച്ചിട്ടേ ഫോർക്ക് അങ്ങോട്ട് എടുത്ത് അതിൽ ചെറിയ ചെറിയ സുഷിരങ്ങൾ അങ്ങോട്ട് ഉണ്ടാക്കണം. കാരണം നമ്മൾ ഇതിലേക്ക് പുരട്ടി കൊടുക്കുന്ന സോസ് ഒക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഒന്ന് ഇറങ്ങി ചെല്ലാന്. എന്നിട്ട് അതിലേക്ക് ആ സോസ് അങ്ങോട്ട് നല്ലവണ്ണം, ടൊമാറ്റോ സോസ് മതി. ശരിക്കും പിസ്സ സോസ് എന്നൊക്കെ പറഞ്ഞ് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പൊ അതിന്റെ ഒന്നും ആവശ്യമില്ല. സാധാ ടൊമാറ്റോ സോസ് അങ്ങോട്ട് പുരട്ടി കൊടുത്തിട്ടേ അതിലേക്ക് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് അതിന്റെ മുകളിലേക്ക് കുറച്ച് അങ്ങോട്ട് ഇടണം. ഇത് ഞാനിവിടെ ഉണ്ടാക്കണത് വെജിറ്റബിൾ പിസ്സ ആയതുകൊണ്ടേ അതിൽ ആകെ ക്യാപ്സിക്കും സവാളയും മാത്രം യൂസ് ചെയ്യണുള്ളൂ. ഇപ്പൊ ക്യാപ്സിക്കം ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ സവാളയും റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടേ ഇതിന്റെ മുകളിൽ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചങ്ങോട്ട് റൗണ്ടിലൊക്കെ അങ്ങോട്ട് വെക്കാം. അതും ക്യാപ്സിക്കം വെക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സവാളയൊക്കെ വെച്ച് കുറച്ച് ടൊമാറ്റോ സോസും കൂടി അതിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അതിന്റെ മുകളിലേക്ക് വീണ്ടും കുറച്ച് മോസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി അങ്ങോട്ട് ഇട്ട് നല്ലവണ്ണം അങ്ങോട്ട് റെഡിയാക്കി വെച്ച് ഒരു 1/2 മണിക്കൂറും കൂടി ഒന്ന് മൂടി വെക്കാം. കുറഞ്ഞതൊരു 15 മിനിറ്റ് എങ്കിലും അങ്ങനെ അത് വെക്കാം. അപ്പോഴേക്കും ഇനിയിപ്പോ ഇത് ചെയ്യുന്നത് ഓവനിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് ഓവൻ അങ്ങോട്ട് ഹീറ്റ് ചെയ്യാനിടണം. ഒരു 165-170 ആ ഇതിലെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് അങ്ങോട്ട് വെക്കണേ. അതങ്ങോട്ട് ചൂടായി അങ്ങോട്ട് വരുമ്പോഴേക്കും ഇത് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഒരു 1/2 മണിക്കൂറും കൂടി സെറ്റ് ചെയ്തിട്ടേ നമ്മൾ റെഡിയാക്കിയ പിസ്സയുടെ ഇതുണ്ടല്ലോ അത് അതിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല അടിപൊളി പിസ്സ അങ്ങോട്ട് റെഡിയാവും. ഇനി ഓവൻ ഇല്ലാത്തവരാണെങ്കിൽ നമ്മുടെ ദോശക്കല്ലുണ്ടല്ലോ, ഈ ദോശക്കല്ലിന്റെ നല്ലവണ്ണം ഒന്ന് ചൂടാക്കി അങ്ങോട്ട് എടുക്കണം. അതിന്റെ മുകളിൽ ചെറിയൊരു ഗ്രില്ലൊക്കെ ചെയ്യാൻ പറ്റണ ചെറിയ റൗണ്ടിലുള്ള ഗ്രില്ല് പോലത്തെ സാധനം കിട്ടും. അതങ്ങോട്ട് വെച്ചിട്ട് ഇത് ആ പിസ്സയ്ക്ക് വേണ്ടി റെഡിയാക്കിയ പ്ലേറ്റ് അതിന്റെ മുകളിലേക്ക് വെച്ച് അത് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് 1/2 മണിക്കൂർ നല്ലവണ്ണം ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പൊ വേണമെങ്കിൽ ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം കരിഞ്ഞു പോകണ്ടോന്നൊക്കെ. നമ്മൾ ഓവനിലൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് തന്നെ നമുക്കത് കിട്ടുവേ. അതുപോലെ തന്നെ
ഇതിടയ്ക്കൊന്ന് നോക്കണമെന്നുള്ളൂ. തീയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കരിഞ്ഞു പോയാൽ അങ്ങനെയുള്ളൊരു പ്രശ്നമുള്ളൂ. അത് കറക്റ്റ് ചൂടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഈ ദോശ കല്ലിലും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കൂട്ടുകാരെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നല്ല അടിപൊളി സ്വാദിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ കമന്റ് അടിക്കാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്നേ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.